കിളിമരത്തോണി ഒരു കദളിയാറ്റ കിളിയിലേക്കും തളിർമരത്തോണി ഓ കിലും കിലു കിലും കിലു കളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാറൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം. പകൽ കിഴക്കുതിക്കുമ്പോൾ മലമുടികൾ മാറിഞ്ഞൊറിഞ്ഞിട്ട മഞ്ഞുരുകുമ്പോൾ പകൽ കിഴക്കുതിക്കുമ്പോൾ മലമുടികൾ മാറിഞ്ഞൊറിഞ്ഞിട്ട മഞ്ഞുരുകുമ്പോൾ മുടി മുണിഞ്ഞ കമലപ്പൂവിന് പുതിയൊരു നാണം കിലു കിലും കിലു കിലും കിലു കിളിമരത്തോണി ഒരു കദളിയാറ്റ കിളിയിലേക്കും തളിർമരത്തോണി ഓ കിലും കിലു കിലും കിലു കളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാറൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം. ഇളം വെയിൽ പരക്കുമ്പോൾ എന്റെ മുളം തീരെ കുടിലിനുള്ളിൽ പവനുതീരുമ്പോൾ ഇളം വെയിൽ പരക്കുമ്പോൾ എന്റെ മുളം തീരെ കുടിലിനുള്ളിൽ പവനുതീരുമ്പോൾ ഉള്ളിൽ ഒളിച്ചു നിൽക്കണ പകൽ കിനാവിനു പുതിയൊരു ദാഹം കിലു കിലും കിലു കിലും കിലു കിളിമരത്തോണി ഒരു കദളിയാറ്റ കിളിയിലേക്കും തളിർമരത്തോണി ഓ കിലും കിലു കിലും കിലു കളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാറൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം. നൈസ്, വെരി നൈസ്. സ്നേഹ എന്തു പറ്റി? അറിഞ്ഞൂടാ, എന്തോ ടെൻഷൻ ആയിപ്പോയെന്ന് തോന്നുന്നു. സ്നേഹക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തയാണല്ലോ. എന്താ പറ്റി പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോ? എന്തോ എനിക്കറിയാം, ഞാൻ എപ്പോഴും പാടുമ്പോ അങ്ങനെ മറക്കാറില്ല. ഇപ്പൊ ആദ്യമായിട്ട് എങ്ങനെ മറക്കുന്നത്, എന്തോ മറന്നതല്ല, എന്തോ സ്ലിപ്പായിപ്പോയി, എന്തോ ഓർമ്മ വന്നില്ല. മറന്നതല്ല, പക്ഷെ ഓർമ്മ വന്നില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി സ്നേഹക്കുഞ്ഞേ, യെസ് മാം. നന്നായി പാടി. വെൽക്കം മാം. എന്താണ് പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ ആദ്യം. പടം നീല പൊന്മാൻ, ഓക്കേ. പാടിയത് ജാനകി അമ്മ, മ്യൂസിക് ചെയ്തത് സലിൽ ചൗധരി സർ, പിന്നെ ലിറിക്സ് വയലാർ രാമവർമ്മ സർ. ഇതില് ആദ്യം തന്നെ ചോദിക്കട്ടെ, എവിടെയാണ് മറന്നത്? ആ ലൈൻ ഏതാണ്? പകൽ കിഴക്കുതിക്കുമ്പോൾ ആ മലമുടികൾ മാറിഞ്ഞൊറിഞ്ഞിട്ട മഞ്ഞുരുകുമ്പോൾ മുങ്ങിക്കുളിച്ചു കേറണ കമലപ്പൂവിനു പുതിയൊരു നാണം. ആഹാ, ബ്യൂട്ടിഫുൾ. ആ സമയത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോയി. മോളുടെ വോയിസ് ആണ് മോൾക്ക് ഹൈലൈറ്റ്. ഏറ്റവും കൂടുതൽ യുണീക്കായി നിൽക്കുന്നത് മോളുടെ വോയിസ് ആണ്. അത് ശരിക്കും നമുക്കൊരു സാധാരണ ഈ ക്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലെ കൂടി പ്രോസസ്സ് ചെയ്ത ഒരു വോയിസ് വരും.
അതുപോലെയാണ് മോളുടെ വോയിസ്. അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. താങ്ക് യു മാം. അത് ദൈവാനുഗ്രഹം അങ്ങനത്തെ ഒരു വോയിസ് കിട്ടിയത്. പിന്നെ ഇതാ ഇന്നെടുത്ത പാട്ടും മോളുടെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. അത് ത്രൂ ഔട്ട് സ്പെഷ്യലി ചില ഭാഗങ്ങളൊക്കെ ഹൈ പാടുന്ന സ്ഥലത്ത് പൊതുവെ സ്ട്രെയിന് വരാൻ ചാൻസസ് ഉള്ളിടത്തൊക്കെ നല്ല ഈസി ആയിട്ട് അങ്ങ് പാടിപ്പോയി. ഞാൻ വർക്ക് ചെയ്തു ആ ബ്രേക്കിന്റെ. വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ വോയിസിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പം മോള് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. കീപ് ഇറ്റ് അപ്പ്. വളരെ വളരെ നന്നായി. ഇനിയും നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. സ്നേഹ, യെസ് സർ. നല്ല ഒരു ക്യൂട്ടായിട്ടൊരു കോമ്പസിഷൻ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിന്നെ സ്നേഹ, എനിക്കൊരു സന്തോഷം തോന്നി മുകൾ പാടുമ്പോൾ ഈ ഒരു ഒരു ഹൈ ഫ്രീക്വൻസിയും കൂടെ ചെവി തുളയ്ക്കുമായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു. അത് റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. കാര്യം അത് ഞാൻ എപ്പോഴും പറയാനുണ്ട് സ്നേഹ, അടുത്ത് തുളച്ച് കയറ്റിക്കളയല്ലേ സ്നേഹ, ഒന്ന് കൺട്രോൾ ചെയ്തു. അത് നന്നായി. യെസ്. നൈസ് Thank you, നൈസ്. ബാക്കി എല്ലാം എന്താ പറയുക, സ്നേഹയ്ക്ക് വേണ്ടി സലിത കമ്പോസ് ചെയ്ത പോലെ ഇരുന്നു. അത് കൃത്യമായിട്ട് തോന്നി. എനിക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടമാണ് സർ. ഇത് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. ആണോ? സലിൽ ചൗധരി സാറുടെ. എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും നമ്മുടെ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ ഇത് സ്നേഹയ്ക്ക് പക്കായിരുന്നു. നല്ല നല്ല സുഖമായിട്ട് അത് എന്ത് രസമാണ് കേൾക്കാൻ. അതെന്ത് ബ്രില്യൻ്റ് അറേഞ്ച്മെൻ്റാണ്. പിസിക്കാട്ടൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അദ്ദേഹം. ബ്യൂട്ടിഫുൾ. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടിട്ട് കേട്ടോ. അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ, ടോട്ടൽ കൺസ്ട്രക്ഷൻ, എന്നാൽ വലിയ ബഹളമോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ആ ഒരു ക്യൂട്ട്നെസ്സിൽ അങ്ങ് പോകും. എന്നാൽ ഈസി അല്ല ഇത് പാടാൻ. എല്ലാം കുരുട്ട് സംഗതികളുണ്ട്. എന്നെക്കാളും നന്നായിട്ട് പാടി. മറന്നു പോയത് പോട്ടെ, നമുക്കൊക്കെ ക്ഷമിക്കാം. മറന്ന കാര്യം മറന്നേക്ക് കേട്ടോ. ഓക്കെ സർ. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോവുക. നമ്മൾ പറഞ്ഞത് മാത്രം ഒന്ന് നോക്കുക സ്നേഹം. അത് മോളാ ഓവർ ഷിൽനെസ് ഒന്ന് നമ്മളത് കൺട്രോൾ ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് പറ്റും. നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക. സ്നേഹ, യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ആദ്യം തന്നെ പറയട്ടെ, നല്ല സോളിഡ് ആയിട്ടുള്ള, നല്ല സ്മാർട്ട് ആയിട്ടുള്ള സോങ് സെലക്ഷൻ. താങ്ക് യു സർ. കാരണം ഈ പറഞ്ഞ പോലെ ആ വോയിസിന് കൃത്യമായിട്ട് ചേരുന്ന ഒരു സോങ് സെലക്ഷൻ ആയിരുന്നു ഇത്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് ഭയങ്കരമായിട്ട് സ്നേഹയുടെ വോയിസിലുണ്ടായിരുന്നു. താങ്ക് യു സർ. പിന്നെ മറന്നുപോയത് പോയി, അത് പോട്ടെ. അത് ഇപ്പം ഇനി അങ്ങോട്ട് ശീലമാക്കരുത്. ഫസ്റ്റ് ടൈം ഇല്ല സർ, ഞാൻ അങ്ങനെ മറക്കുന്ന ആളല്ല. ഓക്കെ, അപ്പൊ ഇതെന്തോ പെട്ടെന്ന് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ പോലെ എവിടെയോ ഒന്ന് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. സാറില്ല, പോട്ടെ. ഇനി അങ്ങോട്ടേക്ക് അത് സംഭവിക്കാതെ നോക്കുക. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അസലായിട്ടൊരു പാടി. നല്ല രസമുണ്ടായിരുന്നു. ആ ടോൺ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ പാട്ടിനോട് ഇങ്ങനെ ഇഴുകി ചേർന്ന് പോകുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. കീപ് ഇറ്റ് അപ്പ് സ്നേഹ, കീപ് ഇറ്റ് അപ്പ്. അടിപൊളി, വെരി ഗുഡ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, സ്നേഹമോളെ മാർക്ക് ചോദിക്കാം. ശരത് സർ, എന്തോ എത്രയാണ് സ്നേഹയുടെ മാർക്ക്? സ്നേഹിക്കോ? കാര്യം ഇതിപ്പം പാടി ശബ്ദമൊക്കെ കൺട്രോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും അത് മറന്നുപോയില്ലേ. അവന് നമുക്ക് അധികം മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഇല്ലായിരുന്നെങ്കിൽ നല്ല മാർക്ക് നല്ല മാർക്ക് കിട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറവാ, കുഴപ്പമില്ല. 9 മാർക്സ്. താങ്ക് യു സർ. തെറ്റിച്ചില്ലായിരുന്നെങ്കിലോ? അവള് വീണ്ടും ബ്ലാങ്ക് തെറ്റിച്ചില്ലായിരുന്നെങ്കിൽ 8. സാർ. ഓക്കെ, ഷാനിക്ക. സ്നേഹ 8.9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. സ്നേഹക്കുട്ടിക്ക് സ്നേഹം നിറഞ്ഞ മാർക്ക് ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, ടോട്ടൽ 17.9. ഇത് തന്നെയായിരുന്നില്ല നേരത്തെ? സെയിം മാർക്ക് 2 റൗണ്ടിലും. ആണോ? വാവ്. ഓക്കേടാ.